മുഹമ്മദ് മുസ്തഫാക്ക് അള്ളാഹു നൽകിയ വിവരത്തിൽ, രഹസ്യജ്ഞാനത്തിൽ പുതിയ ഒരു ശാസ്ത്രക്കുഴലിട്ട് പുതിയത് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല മുഹമ്മദ് നബിക്ക് പോലും. അത് ആപ്പിൾ വീണത് കൊണ്ട് അറിയുകയുമില്ല. ഒരു ഉസ്താദിന്റെ മധ്യവർത്തിയായിട്ടല്ലാതെ മുഹമ്മദ് നബിക്ക് ഒന്നും ലഭിച്ചിട്ടുമില്ല. ഉസ്താദിനെ അള്ളാഹു ഏൽപ്പിച്ചതാണ്. ആരാണ് ഉസ്താദ്? സയ്യിദ്നാ ജിബ്രീൽ. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരു ഉസ്താദ് പഠിപ്പിച്ചതല്ല ന്യൂട്ടനെ. അതാർക്കും പഠിപ്പിക്കേണ്ട ഒരു ഉസ്താദിന്റെ ആവശ്യമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ചിന്തിക്കുക. എന്നാൽ ഇത് ഈ മനുഷ്യൻ തോന്നിയത് പറയുന്നതല്ല. ഖുർആൻ ഈ മനുഷ്യൻ തോന്നിയത് പറയുന്നതല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഭയങ്കരം ഗൗരവമാണ് ഈ വിഷയം. എന്തുകൊണ്ട്? ഇതിൽ മുഹമ്മദ് നബിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടാതെ നിലനിർത്തണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ മനുഷ്യരാശിക്ക് കഴിയില്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരണ്ടു കാലം പൊറുത്ത് നടന്നോവർ. ഊണുമില്ല, ഉറക്കമില്ല, ഊണില്ല, ഒരു കൊല്ലം ഉണ്ടിട്ടനില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. ആർക്ക്? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തൃപ്പനച്ചയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം ഒന്നും കഴിക്കൂല. അസറിൻ്റെ ശേഷം ആ പള്ളിയുടെ അടച്ചിട്ട പള്ളിയുടെ മുകൾ ഇപ്പം തുറന്നിട്ടുണ്ട്, കൃത്യമായൊക്കെ അമല് നടക്കുന്നുണ്ട്. അന്ന് അതിൻ്റെയൊക്കെ പിന്നിൽ പല രഹസ്യങ്ങളും അന്നുണ്ടായിരുന്നു, ഇന്നുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഒരാൾ ഓടിപ്പോയി ഒരു ചായ കൊണ്ടുപോയി കൊടുക്കും. ആ ചായ പകുതി കുടിക്കും, പകുതി ചിലപ്പോൾ അയാൾ കൊടുക്കും. ചിലപ്പോൾ ആ ഫുള്ള് കഴിക്കും, ചിലപ്പോൾ ഒരു പുട്ട് കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. പിന്നെ തിരിച്ചു. പിന്നെ അന്ന് ഭക്ഷണം ഇല്ല, പിന്നെ ഒന്നും കഴിക്കൂല. പിന്നെ പിറ്റേന്ന് കഴിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ല തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം പറ കേട്ടിട്ടില്ലേ? അള്ളാഹു ചിന്തിക്കുക. മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. അപ്പം ഇതൊന്നും ആത്മാവ് കഴിക്കൂല, ഈ ഭക്ഷണം ഒന്നും ആത്മാവ് കഴിക്കൂല. ആത്മാവിന് എന്ത് വേണം? ചെറിയൊരു സംഗതി കൊണ്ട് വന്നു, ഇനി അതിന് ഭക്ഷണം കിട്ടണം. എന്തായാലും ഭക്ഷണം, ആ ഭക്ഷണം അല്ലാഹു ആത്മാവിന് നിശ്ചയിച്ച ഭക്ഷണമാണ് വിജ്ഞാനം. അതാണ് വിജ്ഞാനം. ശരീരത്തിന്റെ ഭക്ഷണമാണിത്. മണ്ണിൽ നിന്നുണ്ടായതാണ് ശരീരം. ശരീരത്തിന്റെ ഭക്ഷണമാണ് നെല്ല്, ഗോതമ്പ്. ആത്മാവിന്റെ ഭക്ഷണമാണ് വിജ്ഞാനം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. എല്ലാ ജ്ഞാനവും അല്ലാഹു നൽകി മഹാനായ സയ്യിദ്നാ ആദം. ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തു ആദമിന് അലൈഹിസ്സലാം. പിന്നെ സ്വർഗത്തിലാക്കി ആദമിന് അലൈഹിസ്സലാം. പിന്നെ ആദമിനോട് പറഞ്ഞു ഫകുലാ മിൻഹാ ഹൈതു ശിഅ്തുമാ. പിന്നെ നിങ്ങൾ തിന്നോളി എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തിന്നോളി. ശരീരത്തിന്റെ ഭക്ഷണത്തിൽ പിന്നെ കൊടുത്തതാണ് ആദമിന് അലൈഹിസ്സലാം. ആത്മാവിന്റെ ഭക്ഷണം അല്ലാഹു ആദ്യം ആദമിന് കൊടുത്തു അലൈഹിസ്സലാം. അന്ന് ശരീരത്തിന്റെ ഭക്ഷണം ഇല്ല. മനസ്സിലാവുന്നേ പറഞ്ഞത്? എന്നിട്ട് മലക്കളോട് പറഞ്ഞു ഒന്ന് വളഞ്ഞു കുത്തി നിൽക്ക്, ഒന്ന് സുജൂദ് ചെയ്യ്. ആത്മാവിന്റെ ഭക്ഷണം നിറഞ്ഞ ആളാണ് ആദം. ഉറക്കപ്പറ സയ്യിദ്നാ ആദം. അന്ന് ശരീരത്തിന്റെ ഭക്ഷണം ഇല്ല, ആത്മാവിന്റെ ഭക്ഷണം മാത്രമേ ഉള്ളൂ സയ്യിദ്നാ ആദം. എന്നിട്ട് സുജൂദ് ചെയ്യുന്ന. അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു. ആത്മാവിൽ ഭക്ഷണം നിറഞ്ഞ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇബ്ലീസിനെ പുറത്താക്കി, ലഅനത്തുല്ലാഹി അലൈഹി. ആത്മാവിന്റെ ഭക്ഷണം ഏതാ? പറയും മനുഷ്യന്മാരെ, ഇൽമ്. ഇൽമ് അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ രഹസ്യജ്ഞാനങ്ങൾ, അല്ലാതെ ഇൽമ് എന്ന് പറഞ്ഞാൽ പല. ഉദാഹരണം പറയാം. ഒന്നും വേണ്ട. ഇതൊരു ഫ്ലാസ്കാണ് അല്ലേ? പറയും മനുഷ്യന്മാരെ, ഫ്ലാസ്ക് ഉണ്ടാക്കുന്നൊരു വിവരം ഉണ്ടല്ലോ, അതിന് ആത്മാവിനെ നിറക്കുന്ന വിവരം എന്ന് പറയില്ല. അതാ പ്രശ്നം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല. ഇത് ഫ്ലാസ്കാണ്. ഫ്ലാസ്ക് ഉണ്ടാക്കുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവിന് യഥാർത്ഥ അറിവ് എന്ന് പറയില്ല. എന്തുകൊണ്ട്? ഫ്ലാസ്ക് ശരീരത്തെ നിറക്കൂ, ആത്മാവിനെ നിറക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചവന്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. ഇപ്പൊ മൈക്ക് സെറ്റ് ഉണ്ടാക്കുന്ന ഒരു വിവരം ഉണ്ടല്ലോ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുസ്തലഹായ സാങ്കേതിക അർത്ഥത്തിലുള്ള ഇൽമ എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ മൈക്ക് ഉണ്ടാക്കിയ എഞ്ചിനീയർക്ക് ആലിമെന്നും പറയില്ല. എന്തുകൊണ്ട്? മൈക്ക് ആത്മാവിനെ ശരീരത്തിന് ഉപകരിക്കുള്ളൂ, ആത്മാവിനെ ഉപകരിക്കില്ല.
ഈ മേട്ടി, ഈ കാർപ്പറ്റ് നിങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെന്താ പറ. നിങ്ങൾക്ക് എന്തിനാ ഞാനിങ്ങനെ പറയുന്നറിയോ? നിങ്ങൾക്കിത് കയറണം, തലയേക്കത് കയറണം. ഇതിപ്പോ ഒരു കാർപ്പറ്റാണ്. കാർപ്പറ്റ് കൊണ്ട് ഉപയോഗം കാർപ്പറ്റിന് കാരണം ഇവിടെ നല്ല ഉരുളങ്കല്ലാണ് ഇട്ടിരുന്നെങ്കിലോ ആത്മാവിനെന്ത് കേട്? ശരീരത്തിനേ കേടുള്ളൂ. അപ്പോൾ കാർപ്പറ്റ് ഉപകാരം ചെയ്ത് ആർക്കാ? കാലിന്. കാലെന്നാൽ ശരീരം. കാർപ്പറ്റ് ഉണ്ടായാൽ ആത്മാവിനെന്ത്? കാർപ്പറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ ആത്മാവിനെന്ത്? അപ്പോൾ കാർപ്പറ്റ് കണ്ടുപിടിക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അയാൾ ആലിം എന്ന് പറയൂല. ഡോക്ടർ അങ്ങനെ 8-10 കൊല്ലം പഠിക്കും, പിന്നെ MD പഠിക്കും. പക്ഷെ ഡോക്ടർ ആലിം എന്ന് പറയൂല. എന്തുകൊണ്ട്? ആത്മാവിനെ ചികിത്സിക്കാൻ അയാൾക്ക് കഴിയൂല. ഡോക്ടർ ഒരു അത്യാവശ്യമുള്ള ഒരാളൊന്നുമല്ല. ഉണ്ടായാൽ നല്ലത്, ഉണ്ടായില്ലെങ്കിലും നല്ലത്. നിങ്ങളിത് കഴിയുന്നവരെ ഇരിക്കണം കേട്ടോ, പോകരുത്, എണീറ്റ് പോകരുത്. നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നിയത് പറയാനല്ലേ. മനസ്സിലുണ്ടോ പറഞ്ഞത്? ഡോക്ടർ നിർബന്ധമുള്ള ആളൊന്നുമല്ല, ഉണ്ടായാൽ നല്ലത്. ഡോക്ടർ എന്തിനാ? ചികിത്സിക്കാൻ. ചികിത്സിക്കുന്നത് എന്തിനാ? ശരീരത്തിന് രോഗം മാറിയാൽ എന്തുണ്ടാവും? ശരീരത്തിന് രോഗം മാറിയാൽ ഡേറ്റിന് മരിക്കും. ശരീരത്തിന് രോഗം മാറിയില്ലെങ്കിലും ഡേറ്റിന് മരിക്കും. ശരീരത്തിന് രോഗം ഉണ്ടായി മരിച്ചാലും സ്വർഗം കിട്ടും. ശരീരത്തിന് രോഗം ഇല്ലാതെ മരിച്ചാലും സ്വർഗം കിട്ടും. സ്വർഗത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ ഡോക്ടർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഡോക്ടർ ആലിമെന്ന് പറയുകയുമില്ല. ഉണ്ടായ നല്ലത്. നമുക്ക് ഇങ്ങനെ കിഡ്നിയൊക്കെ കളയുന്ന പാരസെറ്റമോളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് കിഡ്നി കളഞ്ഞ് നടക്കാം ഡോക്ടർമാരുണ്ടായാൽ. അതാണ് അതിന്റെ ഉപകാരം. ഇല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ നമ്മളെ കിഡ്നി ബാക്കിയായിരുന്നു. ഡോക്ടർമാരുള്ളത് കൊണ്ട് കിഡ്നി പെട്ടെന്ന് പോയി കിട്ടി എന്നല്ലാതെ വലിയ ഉപകാരമൊന്നുമില്ല. വളരെ ചിന്തിക്കണം, ഉണ്ടായ നല്ലത്, ഇല്ലെങ്കിൽ നല്ലത്. എന്തുകൊണ്ട്? ഹുലൂദ്, മനുഷ്യനൊരു ശാശ്വതമായ സുഖമുണ്ട്. ആ ശാശ്വത സുഖം നൽകാൻ ഡോക്ടർക്ക് കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതെന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ച ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യത്തിന്റെ അല്പഭാഗവും കൊണ്ടാണ് ആത്മാഭൂമിയിൽ വന്നത്. ഇനി അതിന് ഫീഡിങ് ചെയ്യണം. എന്ത്? രഹസ്യജ്ഞാനങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ ഫീഡിങ് ചെയ്ത് അതിനൊരു പൊസിഷനിലേക്ക് ഉയർത്തണം ആത്മാവിനെ. ആ ആത്മാവ് ശരീരം മോശമായി മരിച്ചാലും ശരീരം മോശമായി മരിച്ചില്ലെങ്കിലും ആ വ്യക്തി സ്വർഗത്തിലെത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാ അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക്, അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. വിജ്ഞാനം ഒന്നുമില്ല. കേവലമുള്ള അറിവല്ല. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന അറിവുണ്ടല്ലോ, അയാൾ ആലിമെന്ന് പറയും. ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഉസ്താദ്. ഇപ്പൊ നമ്മൾ എന്റെ കുക്കുകളുടെയൊക്കെ പേരാണ് ഉസ്താദ്. എന്തുകൊണ്ട്? കുക്കുകൾ ഉസ്താദായി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ചില ഹോട്ടലുകൾക്ക് തന്നെ പേര് ഉസ്താദ് ഹോട്ടൽ. എന്തുകൊണ്ട്? ജനങ്ങളെല്ലാം വലിയ തീറ്റക്കാരായതുകൊണ്ട് കുക്കുകൾ ഉസ്താദായി മാറി. ജനങ്ങൾക്ക് ഇപ്പൊ കാര്യമായ പണി എന്താ? തിന്നുക. വളരെ ചിന്തിക്കണം. മനുഷ്യന്റെ അടിസ്ഥാനം ആത്മാവാണ്. മനുഷ്യനെ മനുഷ്യനാക്കിയത് ആത്മാവാ. ഇല്ലെങ്കിൽ സെർഫ് മുട്ടിയാൻ വെറും മണ്ണാണ് മനുഷ്യൻ. മനുഷ്യനെ മനുഷ്യനാക്കിയ ആത്മാവിന്റെ അടിത്തറയിൽ ആദമിന് നൽകിയത് അറിവാണ്. ഏതറിവ്? പ്രപഞ്ചത്തിന്റെ രഹസ്യജ്ഞാനങ്ങൾ. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങോട്ട് പോകുന്നു? ഇനി എന്താകും? നേരത്തെ എന്തായിരുന്നു? ഈ ദുനിയാവിലുള്ള എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടിയാലും, ഈ ദുനിയാവിലുള്ള എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടിയാലും, അവരുടെ ശാസ്ത്രക്കുഴലുകളിൽ ഇട്ട് പരിശോധന നടത്തിയാലും ഈ ഉസ്താദിന് ലഭിച്ചിട്ടുള്ള വിജ്ഞാനത്തെ കണ്ടെത്താൻ കഴിയുകയില്ല.
എന്തുകൊണ്ട്? വിജ്ഞാനം രണ്ട് ജാതിയാണ്. ഒന്ന് ഖസ്ബിയായ വിജ്ഞാനമുണ്ട്, ഒന്ന് വഹബിയായ വിജ്ഞാനമുണ്ട്. ഒന്ന് മനുഷ്യൻ പരീക്ഷണങ്ങൾ കൊണ്ട് നേടുന്ന അറിവുണ്ട്. ഈ അറിവ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അല്ലാഹു നേരിട്ട് കൊടുക്കുന്ന അറിവുണ്ട്. അത് പ്രപഞ്ചത്തിന്റെ രഹസ്യജ്ഞാനങ്ങളാണ്. അത് കിട്ടിയില്ലെങ്കിൽ കണ്ടെത്താൻ മനുഷ്യന് കഴിയുകയില്ല. ഭൂമിയുടെ ഗ്രാവിറ്റി പൊസിഷൻ കണ്ടുപിടിച്ചു ആര്? ന്യൂട്ടൺ. ആപ്പിൾ അയാളുടെ മുന്നിലേക്ക് വീണപ്പോൾ അയാൾ ഭൂമിയുടെ ഗ്രാവിറ്റി പൊസിഷൻ കണ്ടുപിടിച്ചു. ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ചിന്തിക്ക്. ഇനി അയാളത് കണ്ടുപിടിച്ചില്ല നോക്കൂ. ന്യൂട്ടൺ കണ്ടുപിടിച്ചില്ല നോക്കൂ. ന്യൂട്ടൺ അങ്ങനെ കണ്ടുപിടിച്ചില്ല നോക്കൂ. ചിന്തിക്ക്. മണിയൂർക്കാരനായ ഒരു അമ്മദിനും അത് കണ്ടുപിടിക്കാം. അതിന് ആപ്പിൾ താഴേക്ക് വീഴുന്ന യൂറോപ്പിൽ തന്നെ പോയിരിക്കണമെന്നൊന്നുമില്ല. തേങ്ങ വീഴുന്നിടത്ത് പോയിരുന്നാലും മതി. നിങ്ങൾ മനസ്സിലാക്കണോ? ഭൂമിയുടെ ഗ്രാവിറ്റി പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആപ്പിൾ തന്നെ വീഴണോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. നമ്മൾ തമ്മിൽ ഒരു ശത്രുതയില്ലല്ലോ. ഒന്ന് പറ. ചിന്തിക്ക്. അതയാകും കണ്ടുപിടിക്കാം. ന്യൂട്ടൺ എന്ന് ഇംഗ്ലീഷ് പേരുള്ള ആൾക്ക് കണ്ടുപിടിച്ചുകൂടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പോക്കർ കണ്ടുപിടിച്ചു. നമ്മുടെ അവറാൻ കണ്ടുപിടിച്ചു. നമ്മുടെ മമ്മദ് കണ്ടുപിടിച്ചു. മമ്മദിനോട് ഉമ്മ പറഞ്ഞു, മമ്മദേ ആ തെങ്ങിന്റെ അടിയിൽ ഇരിക്കേണ്ട മമ്മദേ എന്ന്. അതൊന്നും സാരല്ലേ അമ്മ എന്ന് പറഞ്ഞു. അത് ഇരിക്കല്ലോ മമ്മദേ. കുറച്ച് കഴിഞ്ഞപ്പോ നേരെ ഉണങ്ങിയ തേങ്ങ പാറ മമ്മദിന്റെ തലേക്ക് അങ്ങോട്ട് കയറി. 2 ദിവസം മമ്മദ് ഐസിയിൽ കിടന്നു. 3-ാം ദിവസം മമ്മദ് പുറത്തിറങ്ങുമ്പോൾ ആദ്യം പറയാ ഭൂമിക്ക് പറ ഗുരുത്വാകർഷണം ഉണ്ട്. ഇങ്ങോട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല. ചിന്തിക്ക്. എന്നാൽ രഹസ്യജ്ഞാനം മുഹമ്മദ് നബിക്കും കണ്ടുപിടിക്കാൻ കഴിയൂല. രഹസ്യജ്ഞാനം മുഹമ്മദ് നബിക്കും കണ്ടുപിടിക്കാൻ കഴിയൂല. ന്യൂട്ടനല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാണല്ലോ മുഹമ്മദ്. ആ മനുഷ്യനും രഹസ്യജ്ഞാനം കണ്ടുപിടിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? എനിക്ക് ലഭിച്ചതിനെ ഞാൻ അനുധാവനം ചെയ്യുകയല്ലാതെ അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്ന് മുഹമ്മദ്. അതാണ് ആത്മാവിനെ. അത് നഷ്ടപ്പെട്ടു. തിരിച്ചു ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയി. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു? നിങ്ങൾ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യ്. ബ്ലഡ് ചെക്ക് ചെയ്ത് ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മൂത്രം ഒന്ന് ചെക്ക് ചെയ്യ്. അപ്പൊ നിങ്ങൾ മൂത്രം ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരമായി. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞ്? പിന്നെ നിങ്ങൾ MRI ഒന്ന് എടുക്കുക. MRI എടുത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നാളെ രാവിലെ വരി, ഞാനിതെല്ലാം കൂടി കൂട്ടൊന്ന് നോക്കട്ടെ. അയാൾക്കൊരു പുതിയ കാര്യം കണ്ടെത്താൻ കഴിയും ഡോക്ടർക്ക്. എന്നാൽ മുഹമ്മദ് നബിക്ക് അതിന് കഴിയുകയില്ല. മുഹമ്മദ് മുസ്തഫാക്ക് അള്ളാഹു നൽകിയ വിവരത്തിൽ, രഹസ്യജ്ഞാനത്തിൽ പുതിയ ഒരു ശാസ്ത്രക്കുഴലിട്ട് പുതിയത് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല മുഹമ്മദ് നബിക്ക് പോലും. അത് ആപ്പിൾ വീണത് കൊണ്ട് അറിയുകയുമില്ല. ഒരു ഉസ്താദിന്റെ മധ്യവർത്തിയായിട്ടല്ലാതെ മുഹമ്മദ് നബിക്ക് ഒന്നും ലഭിച്ചിട്ടുമില്ല. ഉസ്താദിനെ അള്ളാഹു ഏൽപ്പിച്ചതാണ്. ആരാണ് ഉസ്താദ്? സയ്യിദുനാ ജിബ്രീൽ. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരു ഉസ്താദ് പഠിപ്പിച്ചതല്ല ന്യൂട്ടനെ. അതാർക്കും പഠിപ്പിക്കേണ്ട ഒരു ഉസ്താദിന്റെ ആവശ്യമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ചിന്തിക്കുക. എന്നാൽ ഇത് ഈ മനുഷ്യൻ തോന്നിയത് പറയുന്നതല്ല. ഖുർആൻ ഈ മനുഷ്യൻ തോന്നിയത് പറയുന്നതല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഭയങ്കരം ഗൗരവമാണ് ഈ വിഷയം. എന്തുകൊണ്ട്? ഇതിൽ മുഹമ്മദ് നബിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടാതെ നിലനിർത്തണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ മനുഷ്യരാശിക്ക് കഴിയില്ല. മറ്റേത് വിവരം നഷ്ടപ്പെട്ടാലും തിരിച്ചെടുക്കാൻ കഴിയില്ല. ശരി.
അതിൽ വിവരം കൂടിക്കൊണ്ടിരിക്കും, ഇതിലും വിവരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു MBBS വിദ്യാർത്ഥി എന്നോട് ഈ ആഴ്ച പറഞ്ഞു, ഒരു MBBS വിദ്യാർത്ഥി എന്നോട് അവരുടെ പുതിയ സെമസ്റ്ററിൻ്റെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ MBBS വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, ഉസ്താദേ ജയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ഇറക്കണം. ഞാൻ സെക്കൻഡ് ഇയർ കഴിയാൻ തേർഡ് ഇയറിലൊക്കെ പഠിക്കാൻ പോയല്ലേതാണ്, ഭയങ്കരമാണ്. ഫൈനലിൻ്റെ കാര്യം പറയും വേണ്ട. ഫൈനലിൽ പുതിയതും പഠിക്കാനുണ്ടാവും, പഴയതൊക്കെ ഉണ്ടാവും, അതിലേക്ക് പുതിയതും ഉണ്ടാവും. ഓരോ കൊല്ലം അതിലേക്ക് പുതിയ പുതിയ കണ്ടെത്തലൊക്കെ കൂട്ടി ചേർക്കും, അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കും. മനസ്സിലായില്ല? ഡോക്ടർമാരെ വിവരത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അവർ പരീക്ഷണം നടത്തുന്നതും അതിലേക്ക് തുന്നിക്കിട്ടും. എന്നാൽ നബി ഖുർആന്റെ ഇൽമ അങ്ങനെയല്ല. ഖുർആന്റെ ഇൽമ പറ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? നബിയിൽ നിന്ന് കിട്ടിയത് നേരിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് 10 ലക്ഷം ഹദീസ് കൊണ്ട് അതിനെ വ്യാഖ്യാനം ചെയ്യാൻ കഴിയും. അടുത്ത തലമുറയിൽ വരുമ്പോൾ ഈ 10 ലക്ഷം ഹദീസ് മുഴുവനും കൂടെ പഠിച്ചെടുക്കാൻ പുതിയ തലമുറക്ക് പറ കഴിയില്ല. പിന്നെ വീണ്ടും തേഞ്ഞ് വരും. ഇന്ന് 10 ലക്ഷം ഹദീസ് പോലും ലോകത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ബുക്കിന്റെ കട്ടി കുറഞ്ഞിരിക്കുകയാണ്, ബുക്കിന്റെ കട്ടി കൂടിയിട്ടില്ല. നിങ്ങൾക്കൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. പുണ്യ റസൂൽ മുസ്തഫയുടെ 10 ലക്ഷം ഹദീസ് എനിക്ക് മനപ്പാടമുണ്ടെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇന്ന് ഭൂമിയിലാകെ കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ട എല്ലാ കിതാബും എല്ലാം പരിശോധിച്ചാൽ 10 ലക്ഷം ഹദീസ് കിട്ടാനില്ല, നഷ്ടപ്പെട്ടു പോയി. പുണ്യ റസൂലിന്റെ ഹദീസ് മുഴുവനും ഇന്ന് ഭൂമിയിലില്ല. എന്തുകൊണ്ട്? നൂറ്റാണ്ട് യുദ്ധങ്ങളുണ്ടായി, കുരിശ് യുദ്ധങ്ങളുണ്ടായി. കുരിശ് പടയാളികൾ വന്നിട്ട് എന്താ ചെയ്തത്? കുരിശ് പടയാളികൾ ജെറൂസലേമിലെ പള്ളിമേടകളിൽ ആയിരക്കണക്കായ കൈയെടുത്ത് വിജ്ഞാനത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, അത് ചുട്ടുകരിച്ച്. ചെങ്കിസ് ഖാൻ ബഗ്ദാദ് ആക്രമിച്ചപ്പോൾ എന്താ ചെയ്തത്? ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു ചെങ്കിസ് ഖാൻ. എന്താ ചെങ്കിസ് ഖാൻ ചെയ്തത്? ടൈഗ്രീസ് നദിയിലേക്ക് മഹാ കൈയെഴുത്ത് ഗ്രന്ഥമെടുത്ത് വലിച്ചെറിയുകയും ബഗ്ദാദ് നഗരമധ്യത്തിൽ വലിയ വലിയ തീക്കുണ്ടാരങ്ങൾ കൂട്ടിയിട്ട് കൈയെഴുത്ത് ഗ്രന്ഥങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ആര്? ചെങ്കിസ് ഖാന്. അതിലൊക്കെ നിറച്ചു വെച്ചിരുന്ന ലക്ഷക്കണക്കായ ഹദീസുകൾ ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദിൽ പറയുന്നില്ലേ, 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് ഈ ഹദീസ് എന്ന് മുസ്നദിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് അഹ്മദ് ബിൻ ഹംബൽ. അത്ര വലിയ ആളല്ലേ അഹ്മദ് ബിൻ ഹംബൽ. ഇന്ന് ലോകത്തെ 7 ലക്ഷം ഹദീസ് എവിടെ? ഇന്ന് അറബ് രാജ്യത്തും ഇന്ത്യയിലും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇതൊക്കെയാണല്ലോ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങൾ. ഒരു കാലത്ത് യൂറോപ്പിലേക്ക് പിന്നെ കൊണ്ടുപോയി, ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷം അമേരിക്കയിലേക്കും വിജ്ഞാനം കൊണ്ടുപോയി, ഓസ്ട്രേലിയയിലേക്കും കൊണ്ടുപോയി, പിന്നീട് അന്റാർട്ടിക്കയിലേക്കും അഡ്വാൻസ് ചെയ്യപ്പെട്ടു. പക്ഷെ അടിസ്ഥാന വിജ്ഞാനം എവിടെയാണ് ഉണ്ടായിരുന്നത്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പഴയകാല കുത്തുബ്ഖാനകൾ, ഗ്രന്ഥപ്പുളകൾ ആകെ അരിച്ച് പെറുക്കിയിട്ട് പരിശോധിച്ചാലും, പണ്ഡിതന്മാരെ മുഴുവനും പരിശോധിച്ചാലും 7 ലക്ഷം ഹദീസ് ഭൂമിയിൽ കിട്ടാനില്ല. 7 ലക്ഷം ഹദീസിൽ നിന്നാണ് ഞാൻ ഈ മുസ്നദ് എന്ന കിതാബ് അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസാണ് ഇതിൽ എഴുതിയതെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതെവിടെ? അത് ഇന്ന് ലോകത്തിനില്ല. എന്നാൽ അഹ്മദ് പറഞ്ഞത് ശരിയല്ലേ? റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ കളവ് പറയോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഹ്മദ് ബിൻ ഹംബൽ കളവ് പറഞ്ഞാൽ പിന്നെ ദീനിന് വല്ല അടിസ്ഥാനമുണ്ടോ? എന്താ നിങ്ങൾ വിചാരിച്ച്? ഷാഫി ഇമാം കളവ് പറയോ? റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു. ആർക്ക്? ഷാഫി ഇമാമിന്. എവിടെ ഇന്ന് ലോകത്ത് 10 ലക്ഷം പോയിട്ട് 5 ലക്ഷം എവിടെ? ഭൗതിക വിജ്ഞാനം കൂടിക്കൊണ്ടേയിരിക്കും, ആത്മവിജ്ഞാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാന കാലമാകുമ്പോൾ അല്ലല്ലോ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ വരും. എന്തുകൊണ്ട്? അവർക്കൊന്നും ഉണ്ടാവില്ല, ആ തലയെക്കെട്ട് നാടിയല്ലാതെ. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാവും. ചിന്തിക്ക്, അതൊക്കെ വളരെ സത്യമാണ്. ഇത് ശോഷിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഇത് പിടിച്ചു വെക്കണം. ഇത് വളരെ ഇതിനെ റീവർക്ക് ചെയ്യാൻ കഴിയില്ല. റീപ്ലാന്റേഷൻ നടക്കും. മരം എന്തിനാ? മരം മുറിക്കാൻ തന്നെ. മരം എന്തിനാ പഠിച്ചത്? മുറിച്ചിട്ട് എന്താ? കൗക്കോലുണ്ടാവാൻ, ഫർണിച്ചർ ഉണ്ടാക്കാൻ. ദുനിയാവിലെ എല്ലാ
മരവും മുറിച്ചിട്ട് ഭൂമിയാവ് ഒരു ഊഷര ഭൂമിയാക്കി മരുഭൂമി പോലെ ആക്കിയാലും 10 കൊല്ലം കൊണ്ട് ഭൂമിയെ നമ്മൾ അധ്വാനിച്ച് പടച്ചോന്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ ഭൂമിയെ വീണ്ടും വനനിബിഡമാക്കാം. ഓൺലി 10 years അല്ലേ? ഒന്ന് പറ മനുഷ്യന്മാരെ. പക്ഷെ കല്ലങ്ങനെയല്ല. കല്ല് കഴിഞ്ഞാ കഴിഞ്ഞ്. ഇപ്പൊ മണലെടുക്കുന്നത് നിർത്തിയിട്ട് പാറ പൊട്ടിച്ച് മണലാക്കുകയാണ് നമ്മുടെ സർക്കാർ. ഈ സർക്കാരിന് പണ്ടേ ബുദ്ധിയില്ല, ഇപ്പൊ തീരെയും ബുദ്ധിയില്ല. പഠിച്ചവനെ, എന്തുകൊണ്ട് ഓടാൻ പാടില്ലാത്ത സാധനമാണ് എന്ത്? കല്ല്. കല്ലിൽ നിന്ന് അടർന്നു വന്നതല്ലേ മണല്? എടുത്തോട്ടെ, നട്ടെന്ത. കല്ലങ്ങനെയല്ല. കല്ല് റീപ്രൊഡക്ഷൻ നടക്കുകയില്ല. കല്ല് തുറന്ന ഒരു ജനതയെ റബ്ബ് നശിപ്പിച്ചിട്ടില്ലേ? പർവ്വത പ്രാന്തങ്ങൾ തുറന്ന ഒരു ജനതയെ അള്ളാഹ് നശിപ്പിച്ചു എന്നില്ലേ? എന്തുകൊണ്ട്? കല്ലിൽ റീപ്രൊഡക്ഷൻ ഇല്ല, റീപ്ലാന്റേഷൻ ഇല്ല. ഭൗതികവാദിയുടെ തല എന്നും കുത്തനെയാ. ഭൗതികവാദി ഇങ്ങനെയല്ല ചിന്തിക്കുക, ഇങ്ങനെയാ ചിന്തിക്ക്. MBBS വിജ്ഞാനം 1 കൊല്ലം മുടക്കിയാലും ഇന്ത്യക്കൊന്നും വരാനില്ല. 5 കൊല്ലത്തിന് മെഡിക്കൽ സയൻസ് ഇന്ത്യ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഒന്നും വരാനില്ല. ഉള്ള ഡോക്ടർമാരെ കൊണ്ട് തന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞുവിടാൻ മാത്രമേ നമ്മളെ ഡോക്ടർമാരെ കൊണ്ട് കുടുങ്ങിയിട്ടപ്പം നമ്മളുള്ളത്. ഒന്ന് പറ മനുഷ്യന്മാരെ, ചിന്തിക്ക്. ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അലോപ്പതി ഒരു ശാസ്ത്രമേ അല്ല, അലോപ്പതി ഒരു സന്ദേഹം മാത്രമാണ്. അലോപ്പതി ഒരു സന്ദേഹമാണ്. ഒരു ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങളൊരു പനിയും കൊണ്ടുപോയാൽ അയാളൊരു ഗുളിക എഴുതി തന്നാൽ പിന്നെ അയാൾ പറയാ, നിങ്ങൾ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇവിടെ വരണം. രോഗം മാറിയിട്ടില്ലെങ്കിൽ പിന്നെ അയാളടുത്ത് പോകുന്നതിന്റെ അർത്ഥസംഖ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രോഗം മാറിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ അയാളടുത്ത് പോകുന്നത്? പക്ഷെ ഡോക്ടർ സ്വാഭാവികമായി അങ്ങനെയാ പറയാ, രോഗം മാറിയാലും മാറിയില്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി എന്നെ വന്ന് കാണി, ചീട്ട് അതന്നെ മതി, പുതിയ ചീട്ട് എടുക്കണ്ട. അപ്പൊ എന്തിനാ ഇയാളത് രോഗം മാറിയിട്ട് പിന്നെ വിളിച്ചെന്തിനാ? ഒന്നിനല്ല, ഈ ഗുളിക കുടിച്ചാൽ രോഗം മാറും എന്ന് അയാൾക്ക് മനസ്സിലാക്കാനാണ്. മനസ്സിലായില്ല, അയാൾക്ക് ആ വിവരവും ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചവനെ. അയാൾക്ക് എലിപ്പത്തായം പോലെയുള്ള ബാഗും കൊണ്ട് വരുന്നതാണ് ഈ മെഡിക്കൽ റപ്പുമാര്. എന്നിട്ട് അവർ ഗുളികയുടെ സാമ്പിൾ കൊടുക്കും. ആ ഗുളികക്ക് അയാൾ എഴുതി കൊടുക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാറൂല എന്നൊന്നും ഒരു 3-4 ആളുകൾ വന്ന് എൻ്റെ ദിനം മാറി എന്ന് പറയുമ്പോൾ അയാൾക്കൊരു മനസ്സിലാവും, ഓ അതുകൊണ്ട് മാറും. അയാൾക്കും വിവരമില്ല, പുറത്തു പറയണ്ട. ഇതൊക്കെ സത്യമാണ്. അത് സത്യമാണ്. ഒരു നിലക്കായ ആ നാട്ടുവൈദ്യവും അലോപ്പതിയും നോക്കിയാൽ വൈദ്യം എന്നൊരു നാട്ടുവൈദ്യമാണ്. കുട്ടൻ നമ്പീശൻ്റെ അടുത്ത് ഫറോക്കിലുണ്ടായിരുന്ന അഷ്ടവൈദ്യൻ കുട്ടൻ നമ്പീശൻ്റെ അടുത്ത് ഒരാൾക്ക് പുറം വേദനയായിട്ട് ചെന്നു. അപ്പോൾ കുട്ടൻ നമ്പീശനെ പറഞ്ഞു, പിന്നെ ഒരു ഓല കുറിച്ച് കൊടുത്തു, അത് കഴിച്ചോളൂ എന്നാണ്. പഥ്യവും പറഞ്ഞു കൊടുത്തു. 40 ദിവസത്തിനുള്ള മരുന്ന് കൊടുത്തു. 40 ദിവസം കഴിഞ്ഞ് കുട്ടൻ നമ്പീശൻ്റെ അടുത്തേക്ക് പിന്നെയും വന്ന് പുറം വേദന മാറിയില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പഥ്യം തിരിച്ചുണ്ടാവും എന്ന് പറഞ്ഞു. പഥ്യം തിരിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാൽ മരുന്ന് അതെന്നെ കുറിച്ചോളൂ, നാട്ടുപഥ്യത്തിൽ പുറം വേദനയ്ക്ക് വേറെ മരുന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. വീണ്ടും 40 ദിവസം കഴിച്ച് പുറം വേദന മാറിയില്ല. നിങ്ങൾ മരുന്ന് അങ്ങനെ കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പഥ്യം തെറ്റിച്ചുണ്ടാവും എന്ന് പറഞ്ഞു. തെറ്റില്ല. നിങ്ങൾ എന്തിലാണ് കിടക്കുന്നത് എന്ന് വെച്ചു. ഞാനൊരു കട്ടിൽമേൽ കിടക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ കട്ടിലിൻ്റെ കഷ്ണം കൊണ്ട് മുറിച്ചു കൊണ്ടുവന്നേക്കോ എന്ന് പറഞ്ഞു. കട്ടില്ല ഒരു കഷ്ണം മുറിച്ചുകൊണ്ടേ കൊടുത്തു. അപ്പോൾ നാട്ടുവൈദ്യനായ കുട്ടൻ നമ്പീശൻ ഇതിങ്ങനെ നോക്കിയിട്ടൊന്ന് മണത്തു. എന്നിട്ട് പറഞ്ഞു, ഹേ ഇത് ചേരല്ലേ, ചേരുമ്മൽ കിടന്നാൽ ആർക്കാ പുറം വേദനയാക്കിയത്? നിനക്കൊരു രോഗവും ഇല്ല, കട്ടിലും കൂടെ മാറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതിന് മരുന്ന്, അതിന് വൈദ്യം എന്ന് പറയും. അതാണ് വൈദ്യം. ഇതന്നെയാ ഖുർആൻ. ഇതിൽ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ, രണ്ടാമത്തെ മരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഖുർആൻ നാട്ടുവൈദ്യം പോലെ രണ്ടാമത്തെ മരുന്നില്ല. ഒരു രോഗത്തിന് ഒരു മരുന്ന്. ഇത് പറ്റില്ലെങ്കിൽ ഇത് പറ്റില്ലെങ്കിൽ അത് ഇല്ല. അലോപ്പതി പോലെയല്ല, സന്ദേഹമല്ല. ലാ റൈബ ഫീ, ഇതിൽ സന്ദേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ തുടക്കം തന്നെ. പറ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ, ഇതിൽ സന്ദേഹമില്ല.
ഇതിന്റെ പ്രിഫേസ് തന്നെ അങ്ങനെയാ. ലാ റൈബ ഫീ, ഇതിൽ സന്ദേഹമില്ല, ഇതിൽ സന്ദേഹമില്ല. അലോപ്പതി സന്ദേഹമാണ്, എഞ്ചിനീയറിംഗ് സന്ദേഹമാണ്. 50 ലക്ഷം കൊണ്ട് വീട് കയറ്റി ഒരാളൊരു എഞ്ചിനീയറിംഗ് പിടിച്ച് 50 ലക്ഷം കൊണ്ട് വീട് കയറ്റി. വീടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കവേ അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞേ, ഉദ്ഘാടനം മാറ്റിവെച്ചോളൂ, ഞാൻ നാളെ ആളെ പറഞ്ഞേച്ചിട്ടുണ്ട് വീട് പൊളിച്ചു കളയാൻ. മലയാളക്കരയിൽ ഈ കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ള ഇടയിൽ ഒരു മഹലിൽ നടന്ന ഒരു കാര്യമാണ്. ഞാൻ പേര് പറഞ്ഞാൽ മോശമാണ്, പക്ഷേ സംഗതി സത്യമാണ്. എന്തുകൊണ്ട്? അയാൾ പുതിയ ഒരു എഞ്ചിനീയറെ പരിചയപ്പെട്ടു. ആ എഞ്ചിനീയറുടെ കയ്യിലുള്ള മനസ്സിലായില്ല ബിൽഡിംഗ് പ്ലാനും ഇതും കൂടെ കണ്ടപ്പോൾ അതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. 50 ചില്ലാനം ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ വീട് തട്ടിപ്പൊളിച്ചു. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹ് സാക്ഷിയാണ്. റഹ്മത്തുള്ള വെറുതെ പറയല്ല. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹ് സാക്ഷിയാണ്. എന്നാ ഇതിൽ അങ്ങനെയല്ല. ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് പിന്നെ അത് ശരിയാവില്ല, ഇനി വേറെ നിസ്കാരം നടക്കൂല. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അത് നടക്കൂല. നോമ്പ് രാവിലെ മുതൽ മഗ്‌രിബ് വരെ നോമ്പ് വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി പുതിയ പരീക്ഷണം നടത്താം. മഗ്‌രിബ് മുതൽ സുബഹി വരെ, മനസ്സിലായില്ല. ഒരു പരീക്ഷണം നടക്കൂല. സുബഹിക്ക് 2 ളുഹറിന് 4 നിസ്കാരം. ളുഹറിന് തീരെ നേരല്ല. കർഷകന് തിരക്ക്, കച്ചവടക്കാരൻ തിരക്ക്, ഉദ്യോഗസ്ഥന് തിരക്ക്, മന്ത്രിക്ക് തിരക്ക്, MLA-ക്ക് തിരക്ക്, രാഷ്ട്രീയക്കാരൻ തിരക്ക്, ഡോക്ടർക്ക് തിരക്ക്, എല്ലാവർക്കും തിരക്ക്. എന്നിട്ട് 4 സുബഹിക്ക് ഡോക്ടർക്ക് ഒഴിവ്. ഡോക്ടർക്ക് ഒഴിവ്, എഞ്ചിനീയർക്ക് ഒഴിവ്, രാഷ്ട്രീയക്കാർക്ക് വലിയ വായിലെ നാടാകെ കളവ് പറഞ്ഞ് നടക്കുന്ന പ്രഭാഷകർക്ക് ഒഴിവ്, എല്ലാവർക്കും ഒഴിവ്. ഞങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങളല്ലേ പൈങ്കിളിയെ എന്ന് പാടി നടക്കുന്ന തൊഴിലാളികൾക്ക് ഒഴിവ്, എല്ലാവർക്കും ഒഴിവാണ് സുബഹിക്ക്. എന്നിട്ടും 2 ളുഹറിന് ആർക്കും നേരല്ല. ഹസറിന് എല്ലാവർക്കും തിരക്ക്, ഓഫീസിന് ഓടണം, കച്ചവടക്കാരന് തിരക്ക്, എല്ലാവർക്കും തിരക്ക്. എന്നിട്ട് 4 മഗ്‌രിബിന് എല്ലാവർക്കും ഒഴിവ്. എന്നിട്ട് 3 പഠിച്ചോന് പറയാ. സത്യത്തിൽ മഗ്‌രിബിന് 6 ആക്കേണ്ടത്. എന്നിന്റെ കൂടെ വാ. ഈ മഗ്‌രിബ് ഇശയിലേക്കാണ് എത്തിയാല് ഇശാന്റെ ആയിക്കഴിഞ്ഞാൽ നിസ്കരിക്കുന്നു കിടക്കായിരുന്നു. മനസ്സിലായില്ല? നിസ്കരിക്കാൻ കിടക്കുക. അപ്പൊ 2 ആക്കുക ഇശാന്റെ. എന്നാൽ മഗ്‌രിബ് ഇഷ്ടം പോലെ നേരമുണ്ട്. അതുകൊണ്ട് അത് 10 റക്അത്താക്കുക. സുബഹി വേണമെങ്കിൽ 15 റക്അത്തും ആക്കാം. കാരണം ഏതായാലും ഒന്ന് ഇന്നിങ്ങനെ എണീറ്റാല് ബോഡിക്കൊരു സുഖമാണ്. ഇത് കഴിഞ്ഞാലും ഇതന്നെയാണല്ലോ പണി. രാവിലെ പണി എന്താ? എക്സസൈസ്. ഒന്ന് പറയും മനുഷ്യന്മാരെ. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് എന്താ പണി? നടക്കുക. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അപ്പൊ 15 റക്അത്ത് രാവിലെ എങ്ങനെ ആക്കിയാൽ ഒരു സുഖല്ലേ, ഒരു പുഷപ്പ്, ഒരു സുഖല്ലേ, ഒന്നിങ്ങനെ അങ്ങനെ. അതന്നെയല്ലേ സുബഹി നിസ്കരിച്ചാലും പണി ഒക്കെ തന്നെയല്ലേ. എന്നിട്ട് സുബഹിക്ക് 2 നേരല്ലാത്ത നേരത്ത് 4. അതെന്താ എങ്ങനെയാ? അതങ്ങനെയാണ്. അതിന്റെ കാരണം എന്താ? കാരണം നിനക്കറിയാത്ത പോലെ എനിക്കും അറിയില്ല. എന്നോട് കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് വന്നാളല്ല. അവിടുന്ന് ഇങ്ങനെ കുറെ 1400 കൊല്ലമായിട്ട് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ആളായി നടക്കുന്നതല്ലാതെ എനിക്കും ഇതിനപ്പുറം ചോദിച്ചാൽ അറിയില്ല, വിവരമില്ല. പിന്നെ നീളം കുപ്പായവും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ഇങ്ങനെ ഒപ്പിച്ചു പോവാണ്. അന്തല്ല. ചിന്തിക്കണം. മറ്റുള്ള വിജ്ഞാനങ്ങൾ കൂടുന്നു, ഈ വിജ്ഞാനം കുറയുന്നു. ആസ്ട്രോണമി കഴിഞ്ഞ കൊല്ലം പറയാത്ത, 10 കൊല്ലം മുമ്പ് പറയാത്ത ഒരു നക്ഷത്രത്തെ പറ്റി ഇപ്പോൾ പറയും. എന്നാലോ അല്ലാഹുവിന്റെ അസ്റാറിന്റെ വിജ്ഞാനം, അമ്പിയാക്കൾ കൊടുത്ത വിജ്ഞാനമോ സ്വഹാബികൾക്കുള്ള വിജ്ഞാനം നമുക്കില്ല. താബിഈങ്ങൾക്കുള്ള വിജ്ഞാനം താബിഈങ്ങൾക്കില്ല. അതുകൊണ്ട് നിലനിർത്തേണ്ട ഒരു വിജ്ഞാനം മുകളിൽ നിന്ന് വന്ന വിജ്ഞാനം. ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഇവിടെ ഉണ്ടായതാണ്, ഇവിടുന്ന് മുളച്ചു പൊന്തിയതാണ്. ഡോക്ടർമാരുടെ പഠനം ഇവിടുന്ന് മുളച്ചതാണ്. എല്ലാം ഇവിടുന്ന് മുളച്ചതാണ്. അമ്പിയാക്കന്മാരുടെ വിജ്ഞാനം ഇവിടുന്ന് മുളച്ചതല്ല. അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ പറഞ്ഞതാണ്. അതിനൊരാളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ അംബാസഡർ ഉണ്ട്, സയ്യിദ്നാ ജിബ്രീൽ.
ഇത് സ്വയം മനസ്സിലാക്കാൻ മുഹമ്മദ് എന്ന ലോകത്തെ മഹാബുദ്ധിമാന് കഴിഞ്ഞിരുന്നു. ഒരു മധ്യവർത്തി ഇല്ലാതെ ഇത് പറയാന്ന് പറഞ്ഞാൽ അതല്ലേ മുഹമ്മദ് മുസ്തഫക്ക് വലിപ്പത്തരം. എന്തൊരു നബിയാന്നറിയോ, ഇതൊക്കെ ഒറ്റക്ക് പറഞ്ഞതാ. അങ്ങനെ പറയുമ്പോഴല്ലേ ഒന്നും കൂടെ വലിപ്പത്തരം. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചവനെ. ഞങ്ങളെ നബി ഉണ്ടല്ലോ, ആരും പറഞ്ഞു കൊടുക്കാതെ പറഞ്ഞതാട്ടോ ഈ വിവരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ കോളർ ഒന്നിച്ചൂടെ. എന്തൊരു നബിയാ ഞങ്ങളെ നബി. എന്നാൽ നമ്മുടെ നബിയോ ഒറ്റക്കൊന്നും പറഞ്ഞില്ല, ഒറ്റക്കൊന്നും അറിയൂല്ല. 3 ചോദ്യങ്ങൾ വന്ന് ചോദിച്ചു മുശ്രിക്കുകൾ നബിയോട്. 3 ചോദ്യം ചോദിച്ചു. ചിന്തിക്ക്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ച്, റൂഹിനെ കുറിച്ച് ചോദിച്ച്, ദുൽഖർനൈനെ കുറിച്ചും ചോദിച്ച്. അപ്പോൾ പറഞ്ഞു സൗഖ്ബിർകും ഗദാ, നാളെ ഞാൻ പറഞ്ഞു തരാം. ഫലം യഖുൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വിട്ടുപോയി മുഹമ്മദ് മുസ്തഫ. ഖുറൈശികൾ 3 ചോദ്യം വന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞു സൗഖ്ബിർകും ഗദാ, നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം. ഫലം യഖുൽ ഇൻഷാ അല്ലാഹ്, പറ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വിട്ടുപോയി മുഹമ്മദ് മുസ്തഫ. ഫമാ ജാഇ ജിബ്രീൽ ഗദൻ, പിറ്റേന്ന് ജിബ്രീൽ വന്നില്ല. ഫമാ ജാഅ ബഅദു താനിയൻ, പിന്നെയും വന്നില്ല. 3-ാം ദിവസം കാത്തു നോക്കി, പിന്നെയും വന്നില്ല. ചോദ്യക്കാര് 1-ാം ദിവസം നബിയുടെ പിറ്റേന്ന് വന്നു. അല്ല, നമ്മൾ ചോദ്യം നാളെ ആക്കട്ടെ. പിറ്റേന്ന് ജിബ്രീൽ വന്നില്ല. അപ്പോൾ വീണ്ടും വന്നു. അല്ല, നമ്മളെ ചോദ്യം പറഞ്ഞു നാളെ ആക്കാം. അപ്പോഴും ജിബ്രീൽ വന്നില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാ? നാളെയും വന്നില്ല. 3-ാം ദിവസം പിന്നെ ഒരു ചെറിയ ഇളിച്ചുകൊണ്ടാണ് വരുന്നത്. അല്ല, നമ്മളെ ചോദ്യം. പിന്നെ നബിക്കല്ലേ മിണ്ടാട്ടുണ്ടാവുക, അവര് ചന്ദ്രഹാസളക്കല്ലേ. അല്ലെ നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? സ്വാഭാവികം ഉണ്ടോണ്ട കാര്യം ചോദ്യം ചോദിച്ചത് പറഞ്ഞുതരാൻ പറഞ്ഞു കൊടുക്കുന്നില്ല മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ല അല്ല, പിന്നെ അങ്ങാടിയിലൊക്കെ ഖുറൈശികൾ വന്നിട്ട് അങ്ങാടി സ്വാബികൾ ചോദിക്കും. അല്ല, നമ്മളെ ചോദ്യം. അപ്പോൾ അങ്ങാടിയിൽ മുശ്രിക്കുകൾ തുള്ളിച്ചാടി. ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു, ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു. മുഹമ്മദിന്റെ അടുത്തൊരു പിശാച് വരാറുണ്ടായിരുന്നു. ആ പിശാചാനത്രേ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇപ്പൊ അയാൾ മുഹമ്മദിനോട് ഗർവിച്ചു പോയിട്ടുണ്ട്. ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു. അങ്ങാടി പിള്ളേര് ഇത് പറഞ്ഞ് ചാടി കളിച്ച് ദിവസങ്ങളോളം. ഒരഭിപ്രായം 12 ദിവസം ജിബ്രീൽ വന്നില്ല. ആ ദിവസങ്ങളിൽ വിഷണ്ണനായിരുന്നു മുഹമ്മദ് മുസ്തഫ, ഖിന്നനായ ദുഃഖിതനായിരുന്നു. ഒരഭിപ്രായം 25 ദിവസം ജിബ്രീൽ വന്നില്ല. പിന്നെ ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. പിന്നെ ജിബ്രീൽ വന്നു. പിന്നെ ജിബ്രീൽ വന്നിട്ട് ആദ്യം കൊടുക്കുന്ന ആയത്ത് കേട്ടോ. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. ഇനി മുഹമ്മദ് നബിയെ ഇൻഷാ അല്ലാഹ് പറയാതെ ഒരു വാക്ക് മിണ്ടി പോകരുത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഈ അറിവ് നമ്മൾ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ത്യാഗം ചെയ്തും ഈ അറിവിനെ നമ്മൾ ചിറകെട്ടി പിടിച്ചു വെക്കണം. അതിന് പുതിയ പുതിയ വിജ്ഞാന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാതെ ഈ വിജ്ഞാനത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നഷ്ടപ്പെട്ട കഴിഞ്ഞ് പോയി.